ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക കൊണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ചക്ക കുരുവൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ഉരുളിയിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമുക്ക് നന്നായിട്ട് അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാം. നന്നായിട്ട് ഇത് വരട്ടിയെടുക്കണം. ഇതിലേക്ക് ഇനി ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനി ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഏലക്കപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് കുറച്ച് ടൈം എടുത്ത് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ജീരകവും ചുക്കും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് അരി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. കട്ട പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരിപ്പൊടിയും കൂടി ചേർത്താലാണ് നമുക്കിത് നന്നായിട്ടൊന്ന് മുറുകി കിട്ടുള്ളൂ. അതുപോലെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വരട്ടിയെടുക്കണം. കുറച്ച് ടൈം എടുത്ത് തന്നെ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഉരുളിയിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടേറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഹൽവ ഉണ്ടാക്കിയെടുക്കാം. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.